തോൽവി മാത്രമല്ല പാർട്ടിയുടെ അടിത്തറയ്ക്ക് തന്നെ ഇളക്കം സംഭവിച്ചുവെന്ന് CPM വിലയിരുത്തൽ രേഖ. സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടിയുടെ വോട്ടുകൾ BJPക്ക് ലഭിച്ചുവെന്ന് CPM തെരഞ്ഞെടുപ്പ് അവലോകന രേഖയിൽ പറയുന്നു. ബിനോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ബിനോയ്, ഒരു സ്വയം വിമർശനം പാർട്ടി നടത്തിയിരിക്കുന്നു. അതും തോൽവി മാത്രമല്ല പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകി എന്ന് CPM വിലയിരുത്തൽ നടത്തുമ്പോൾ പാർട്ടി തികഞ്ഞ ബോധ്യത്തോടെ നടത്തിയ ഒരു രേഖ, ഒരു വിലയിരുത്തൽ എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ റിപ്പോർട്ടിൽ, ഈ രേഖയിൽ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാന നേതൃയോഗങ്ങളിലും ഒപ്പം കേന്ദ്ര കമ്മിറ്റിയിലെ യോഗങ്ങളിലുമെല്ലാം തന്നെ ഇത് വലിയ ചർച്ചയായിരുന്നു. കാരണം പ്രത്യേകിച്ചും BJPയുടെ അവിശ്വസനീയമായ വളർച്ച സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അവതരിപ്പിച്ച വിലയിരുത്തൽ രേഖയിലാണ് വ്യക്തമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. CPMന് ഉണ്ടായിരിക്കുന്നത് പരാജയമല്ല, അതിനപ്പുറത്തേക്ക് അടിത്തറയ്ക്ക് ഇളക്കം തട്ടുന്ന തരത്തിലേക്കുള്ള ഒരു കേടുപാടുകളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഒരിക്കലും പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ CPM അണികളുടെ വോട്ട് BJPയിലേക്ക് പോയിരിക്കുന്നു. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വോട്ട് മാറ്റം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ വോട്ട് ചേരിതിരിഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം ആവശ്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രവുമല്ല, BJPയുടെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ നാളുകളായി പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് BJP എത്തുന്നു. മാത്രവുമല്ല, ഏകദേശം 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പല സ്ഥലങ്ങളിലും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് കാര്യമായും വളരെ ഗൗരവമായി കാണുന്നു. ഏത് തരത്തിലാണ് BJPക്ക് ഇത്തരത്തിലൊരു വളർച്ച ഉണ്ടായിരിക്കുന്നത്? കാരണം BJPക്ക് ഇത്രയധികം വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുവാൻ കാര്യമായ തരത്തിലുള്ള അണികൾ കേരളത്തിലില്ല. പിന്നെ ഉണ്ടായിരിക്കുന്നത് BJPയിലേക്ക് CPM അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ വോട്ടിൻ്റെ ഒഴുക്കാണ്. ഈ ഒഴുക്കിന് തടയിട്ടേ മതിയാകുള്ളൂ. അത്തരത്തിലൊരു നീക്കം പാർട്ടിയുടെ അടിസ്ഥാന ഭാഗത്തു മുതൽ അല്ലെങ്കിൽ അടിസ്ഥാന വർഗ്ഗങ്ങളിൽ തന്നെ തുടങ്ങണം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നതും. മാത്രവുമല്ല, ഇത്തരത്തിൽ പാർട്ടി മുന്നോട്ട് പോയില്ല എങ്കിൽ അതേ താഴെ തട്ട് മുതൽ പ്രവർത്തകരെ വീണ്ടും ഈ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പോയില്ല എങ്കിൽ ഒരു പക്ഷേ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഭരണം പോലും BJP പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഈ രേഖയിൽ പറയുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ഉള്ള ഒരു ആരോപണങ്ങൾ നേതാക്കൾക്ക് നേരെയും ഒപ്പം മുഖ്യമന്ത്രിക്ക് നേരെയൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അവലോകന രേഖ തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ അവലോകന രേഖ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായ പരാജയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു വിലയിരുത്തൽ ശേഷമായിരിക്കും ഇത്തരത്തിലുള്ളൊരു രേഖ തയ്യാറാക്കി അവതരിപ്പിക്കുക. ആ രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടി മറ്റു തലങ്ങളിലെ ചർച്ചകളിലേക്ക് കടക്കുക. ശരി ബിനോയ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ